നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്തുകിടത്തുന്നത് ഒഴിവാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ജൂലൈ 30 മുതൽ എല്ലാ രോഗികൾക്കും കിടക്ക ഉറപ്പാക്കും. കോട്ടയത്ത് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി. വാഴൂരിൽ പരിസ്ഥിതി മഹോത്സവം തുടങ്ങി. വൃക്ഷത്തൈകൾ നട്ടും പ്രകൃതിയെ അറിഞ്ഞും മഹോത്സവം. ന്യൂനമർദ്ദമുണ്ടായാൽ മാത്രം മഴ പെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. സിക്കിം തുരങ്ക ദുരന്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി അനീഷ് മോഹന് കണ്ണീരോടെ വിട പറഞ്ഞ് നാട്. ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് വീട്ടുവളപ്പിൽ നടന്നു. അയർക്കുന്നത്ത് 4 പേരടങ്ങുന്ന കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. വിഷം ഉള്ളിലെത്തിയതെങ്ങനെയെന്ന് വിശദമായി അന്വേഷിക്കും. വാർത്തകൾ വിശദമായി. സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന രീതി അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം മാറുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിയ പൊതുജന സമ്പർക്ക പരിപാടി കായകൽപ്പം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന രീതി അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം മാറാൻ പോവുകയാണെന്ന് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ വലുതാണെന്നും വയനാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള പിന്നാക്ക ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ എത്തിച്ച അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന സ്വപ്നങ്ങളും ആശയങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നത് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്ത വലിയൊരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ സംഘടിപ്പിച്ച ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല ജനസമ്പർക്ക പരിപാടിയായ കായകൽപ്പം കോട്ടയം CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അധികമാണ് കോട്ടയം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് നേതൃത്വം നൽകിയ പോരായ്മകൾക്ക് പരിഹാര നിർദ്ദേശമാണ്. വയനാട് പോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാടും ഇടുക്കിയിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. തീർച്ചയായും അതേ പാതയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അവശേഷിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ഒരു ചലഞ്ച്. ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കുക. ഏതായാലും ഞാൻ ഇന്നൊരു കാര്യം സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലത്ത് രോഗികളെ കടത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം ജില്ല മാറി. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അതിനേക്കാൾ അപ്പുറത്ത് നേതൃത്വം കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ്, അതിന് താഴെയുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് തന്നെയാണ് എൻ്റെ പരമായ വിശ്വാസം. ആ രൂപത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് കായകൽപ്പം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതോടുകൂടി കേരളത്തിൽ നമുക്കൊരു പുതിയ സമീപനമുണ്ട്. നമ്മുടെ സമീപനം പുതിയ കേരളം ഈ ആധുനികമായ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന പ്രാപ്തമായ രൂപത്തിലുള്ള കേരളം നമ്മുടെ സമൂഹത്തിന്റെ വേദനയും ദുഃഖവും വിഷമവും മാറ്റുന്നതോടൊപ്പം സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കേരളമാക്കി കേരളത്തെ മാറ്റണം. അതിനുള്ള യാത്രയുടെ തുടക്കമാണിത് എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. ചടങ്ങിൽ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വികസനത്തിനായി മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ ചാണ്ടി ഉമ്മൻ MLAയും ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളും നിരന്തരം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. പൊതുജനാരോഗ്യ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അപര്യാപ്തത, സാമ്പത്തിക കുടിശ്ശിക, ജീവനക്കാരുടെ കുറവ്, പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ പോരായ്മകൾ എന്നിവ പരിഹരിച്ച് സമഗ്രമായ ആരോഗ്യ വികസന പദ്ധതി തയ്യാറാക്കുകയാണ് കായകൽപ്പം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചടങ്ങിൽ സ്വരൂപിച്ചു. MPമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ജോസ് കെ മാണി, MLAമാരായ മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ, നാട്ടകം സുരേഷ്, വിനു ജോബ് കുഴിമണ്ണിൽ, റോണി കെ ബേബി, MJ സെബാസ്റ്റ്യൻ, കെ ബിനിമോൾ,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, നഗരസഭാധ്യക്ഷൻ എം വി സന്തോഷ് കുമാർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാരിന്റെ വ്യക്തവും ഉറച്ചതുമായ നിലപാടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിൽ 2025 വരെ നടത്താൻ പറ്റുന്നതിന്റെ പരമാവധി സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്നും കെ മുരളീധരൻ കോട്ടയത്ത് പറഞ്ഞു. 2025 വരെ കോഴ നടന്നിട്ടുണ്ട്. കോഴ നടത്താവുന്നിടത്തോളം നടത്തിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഈ വിഷയത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അറസ്റ്റിലേക്ക് കടക്കുമോ? അത് ഏതായാലും SIT ആണല്ലോ, തീരുമാനിക്കട്ടെ, അവര് തീരുമാനിക്കട്ടെ. ഏതായാലും കോടതിയിൽ എത്തുമ്പോൾ സർക്കാർ ഇടപെടും. PS പ്രശാന്തിനൊപ്പം മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് കൂടി കുറ്റപത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കണം എന്നാണ് ഗവൺമെന്റ് നിലപാട്. അതിൽ മാറ്റമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു ആക്ഷേപമൊക്കെ ഉന്നയിക്കും. ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് നടന്നതല്ല. അന്വേഷണം നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. SITയിലെ അംഗങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത അഡീഷണൽ DGPക്കും പങ്കുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ വാർത്ത. ഏതായാലും ഞങ്ങള് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഫൈനൽ കുറ്റപത്രം വരുമ്പോൾ കോടതിയിൽ ഞങ്ങളുടെ നിലപാട് അറിയിക്കും. വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി മഹോത്സവം തുടങ്ങി. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്ക് ഏറെ പ്രാധാന്യം നൽകേണ്ട കാലഘട്ടമാണിതെന്ന് MLA പറഞ്ഞു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2026-27 ഉൾപ്പെടുത്തി പരിസ്ഥിതി മഹോത്സവം ആരംഭിച്ചു. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള വ്യക്തികൾക്കുമായാണ് പരിസ്ഥിതി മഹോത്സവം ആരംഭിച്ചിരിക്കുന്നത്. പരിസ്ഥിതി, സുസ്ഥിര വികസനം, ദുരന്ത നിവാരണം എന്നീ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള വികസന സങ്കല്പമാണ് പരിസ്ഥിതി മഹോത്സവത്തിൽ ലക്ഷ്യമിടുന്നത്. വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ S. പുഷ്കലാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി പരിസ്ഥിതി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്ക് ഏറെ പ്രാധാന്യം നൽകേണ്ട കാലഘട്ടമാണിതെന്ന് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. പരിസ്ഥിതിക്ക് ഏറെ മാറ്റമുണ്ടായിരിക്കുന്ന കാലമാണിത്. പണ്ട് കാലം നോക്കാതെ പെയ്തുകൊണ്ടിരുന്ന നൂൽമഴ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ന്യൂനമർദ്ദമുണ്ടായാൽ മാത്രം കേരളത്തിൽ മഴ പെയ്യുന്ന സ്ഥിതിയാണ്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. മഴ പെയ്യുന്ന അറിയില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ നനഞ്ഞു കുളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാൻ കഴിയില്ല മഴ. ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായി പോയി. ഇപ്പോൾ നമ്മളിവിടെ മഴ പെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ന്യൂനമർദ്ദം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ന്യൂനമർദ്ദം ഉണ്ടാവും, വലിയ പ്രളയം ഉണ്ടാവും, കേടായം ഉണ്ടാകും, പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് മേഘവിസ്ഫോടനം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് എൽനിനോ പ്രതിഭാസം ഇന്ന് നമ്മുടെ ഭൂമിയെ മുഴുവൻ ബാധിച്ചിരിക്കുക. പരിസ്ഥിതി മാറുന്നു, കാലാവസ്ഥ മാറുന്നു, നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ഈ ഭൂമി മാറുന്നു. ലോകത്ത് വലിയൊരു ബോധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക. ആദ്യമായി സ്റ്റോക്ക്ഹോമില് കൺവെൻഷൻ കൂടി, രണ്ടാമതായി ഈ പറയുന്ന നമ്മുടെ റിയാലിറ്റി സെമിനാർ കൺവെൻഷൻ കൂടി, ഏറ്റവും അവസാനം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗില് അതിന്റെ അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കുന്നുണ്ട്. ഭൂമിയെ സംരക്ഷിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. നേപ്പാളിലെ സർക്കാർ മന്ത്രിസഭയോട് കൂടിയത് എവറസ്റ്റ് കൊണ്ടുകൂടിയാണ് കൂടുതലാണ്. മൗറീഷ്യസിലെ സർക്കാർ മന്ത്രിസഭയോട് കൂടിയത് കടലിനടിയിലാണ്. കാരണം ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. അത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയും പ്രകൃതിയെല്ലാം നേരിടുന്നത്. വൈസ് പ്രസിഡന്റ് മനോജ് ചാക്കോ, റംഷാദ് റഹ്മാൻ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP റെജി, ജയ ബാലചന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ K. ബിനു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ, ഖനനവും പരിസ്ഥിതിയും, ഭക്ഷണം, അഴകിലെ അപകടങ്ങൾ, ആനകളെ തിരിച്ചറിയാം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിസ്ഥിതി മഹോത്സവത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ നടീൽ, പ്രകൃതി നടത്തം, പച്ചപ്പിന് ആദരവ്, പരിസ്ഥിതി ചലച്ചിത്രമേള, പരിസ്ഥിതി പുസ്തക സ്റ്റാൾ, നഴ്സറികളുടെ സ്റ്റാളുകൾ തുടങ്ങിയവയെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സിക്കിം തുരങ്ക ദുരന്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ പാമ്പാടിയിലെ വസതിയിൽ എത്തിച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സിക്കിം തുരങ്ക ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന് കണ്ണീരോടെ നാട് വിടചൊല്ലി. രാവിലെ കൊൽക്കത്തയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച അനീഷ് മോഹന്റെ ഭൗതിക ശരീരത്തിൽ നോർക്ക റൂട്ട്സിനു വേണ്ടി എറണാകുളം സെന്ററിൽ നിന്നും ജാൻസി ഒബേദ്, ആഷ്ലി വർഗീസ് എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് റോഡ് മാർഗം പാമ്പാടി
പാമ്പാടിയിലെ വീട്ടിൽ ഭൗതികദേഹം എത്തിച്ചു. നൂറുകണക്കിന് ആളുകൾ അനീഷ് മോഹന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. സിക്കിമിലെ നാംചി ജില്ലയിലെ സമർഡുങ്ങിൽ നിർമ്മാണത്തിലിരുന്ന NHPC ടീസ്റ്റ സ്റ്റേജ് ജലവൈദ്യുത പദ്ധതിയുടെ ഹെഡ്റേസ് ടണലിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ് അനീഷ് മോഹൻ മരിച്ചത്. ജൂലൈ 20 ഉച്ചയ്ക്ക് 1 മണിക്കാണ് അനീഷ് മോഹൻ മരിച്ച ദുരന്തമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിൽ സാമ്പത്തിക തിരിമറി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ. ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് കൃഷ്ണയാണ് ബില്ലിംഗ് മെഷീൻ തലയിലേന്തി ഒറ്റയാൾ സമരം നടത്തിയത്. DTPCയുടെ ഇല്ലിക്കൽ കല്ല് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ജ്യോതിഷ് കൃഷ്ണ ഒറ്റയാൾ സമരം നടത്തിയത്. ഇല്ലിക്കൽ കല്ലിൽ DTPCയുടെ ബില്ലിംഗ് മെഷീനിലൂടെ പ്രവേശന പാസ് ഉൾപ്പെടെയുള്ളവ നൽകാമെന്നിരിക്കെയാണ് ഉദ്യോഗസ്ഥർ ഈ മെഷീൻ മാറ്റിവെച്ചതിനു ശേഷം പുതിയ ബില്ലിംഗ് മെഷീൻ വാങ്ങിയത്. പിന്നീട് ഇതിലൂടെ സഞ്ചാരികൾക്ക് ടിക്കറ്റ് നൽകുകയായിരുന്നു. ലക്ഷങ്ങളാണ് ഈ ഇനത്തിൽ ജീവനക്കാർ തട്ടിച്ചത്. ഗുരുതരമായ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു. ഈ ഇല്ലിക്കക്കല്ലിൽ DTPCയുടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ കയറുന്നതിന് പാസ്സുണ്ട്. അവിടെ പല സാധനങ്ങൾക്കും പാസ് ബില്ലിങ്ങിൽ കൂടെ പാസ് ചെയ്താണ് ഈ പാസ് അടിക്കുന്നത്. അവിടുത്തെ സർക്കാർ കൊടുത്ത ബില്ലിംഗ് മെഷീൻ മാറ്റി വെച്ചിട്ട് ഇവിടെ 2-3 ഉദ്യോഗസ്ഥർ കൂടി അവർ പൈസ കൊടുത്ത് വേറെ ബില്ലിംഗ് മെഷീൻ മേടിച്ച് വെച്ച് അവർ ബില്ലടിച്ച് പണം പിരിക്കാൻ തുടങ്ങി. എന്നിട്ട് 10% പോലും സർക്കാരിലേക്ക് അടയ്ക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് അവിടെ നടത്തിയത്. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരെ ഉന്നത ഉദ്യോഗസ്ഥർ DTPCയുടെ കമ്മിറ്റി പോലും ഇല്ലാത്ത സ്ഥിതിക്ക് കള്ളരേഖയുണ്ടാക്കി സ്ഥിരപ്പെടുത്തി. ഇതിനെതിരെയാണ് ഈ സമരം. അവർക്കെതിരെ നടപടിയെടുക്കുക, സർക്കാരിൻ്റെ പൈസ തിരിച്ചു പിടിക്കുക, അവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് നടപടിയെടുക്കുക, കേസെടുക്കുക. ക്രമക്കേട് നടത്തിയ ഈ ഉദ്യോഗസ്ഥരെ പിന്നീട് DTPC സ്ഥിരപ്പെടുത്തി. ഇല്ലിക്കൽ കല്ലിന്റെ പേരിൽ DTPC ഫണ്ട് ധൂർത്തടിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകൻ പറഞ്ഞു. വകുപ്പ് മന്ത്രിക്കും മറ്റ് അധികാരികൾക്കും പരാതി സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ആയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒറ്റയാൾ സമരത്തിന് തയ്യാറായത്. സർക്കാരിന്റെ പണം തിരിച്ചുപിടിക്കണമെന്നും കള്ളരേഖ ചമച്ചവർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അയർക്കുന്നത്ത് 4 പേരടങ്ങുന്ന കുടുംബം കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. വിഷം ഉള്ളിൽ ചെന്നത് എങ്ങനെയെന്ന് വിശദമായി അന്വേഷിക്കും. അയർക്കുന്നത്ത് ഒരു വീട്ടിലെ 4 പേർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. അയർക്കുന്നം സ്റ്റേഷനിലെ പ്രത്യേക സംഘമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് വിവിധ ദിവസങ്ങളിലായാണ് മറ്റപ്പള്ളി ചിറപ്പുറത്ത് തോമസ് എബ്രഹാം, ഭാര്യ ജോത്സ്ന, മകൾ മരിയ തെരേസ തോമസ്, മകൻ അലൻ തോമസ് എന്നിവർ മരിച്ചത്. ഈ മാസം 13-നായിരുന്നു കളനാശിനി കഴിച്ച് കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഓരോരുത്തരായി മരിച്ചത്. അലൻ ഒഴികെയുള്ള 3 പേർ നൽകിയ മരണമൊഴികളിലെ വൈരുദ്ധ്യവും സാമ്പത്തിക ഇടപാടുകളുമാണ് കേസ് വിശദമായി അന്വേഷിക്കുന്നതിന് കാരണം. വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നുവെന്നത് സംബന്ധിച്ച് മൂവരും വിവിധ തരത്തിലാണ് മൊഴി നൽകിയത്. അലന്റെ മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഡോക്ടർമാർ അനുവദിച്ചിരുന്നില്ല. ജോത്സ്ന ജോലി ചെയ്തിരുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ജോത്സ്ന എഴുതിയതെന്ന് കരുതപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. 10 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ ജോത്സ്ന അടുത്ത കാലത്തായി എടുത്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചിട്ടിയുടെ പേരിൽ പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ ജോത്സ്ന വാങ്ങിയെന്ന് ആരോപണമുണ്ടെങ്കിലും ഈ പണം ചെലവഴിച്ചത് എങ്ങനെയെന്നതിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലാ നഗരസഭാ പരിധിയിൽ 40 കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചവയെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധനയിലാണ് കണ്ടെത്തൽ. പാലാ നഗരസഭയിൽ അനധികൃതമായി 40 കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതിൽ 2013 അനധികൃതമായി നിർമ്മിച്ചതും പ്രവർത്തിച്ചു വരുന്നതുമായ കെട്ടിടത്തിന് കാലങ്ങളായി ഡിമാൻഡ് നോട്ടീസ് നൽകുന്നതല്ലാതെ ചട്ടപ്രകാരമുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. അനധികൃതമായി നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നഗരസഭ പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകിയിരുന്നു. ഈ ഇനത്തിൽ കുടിശ്ശികയായി 62 ലക്ഷം രൂപ ഈടാക്കാൻ നടപടികളില്ലെന്നാണ് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതുകൂടാതെ 40 പേരും അനധികൃത കെട്ടിടങ്ങൾക്ക് 2013 മുതൽ കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് നൽകിയതല്ലാതെ ചട്ടപ്രകാരമുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കണ്ടെത്തി. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധനയിലാണ് കണ്ടെത്തൽ. കെട്ടിട നിർമ്മാണ അനുമതിയിലും അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണത്തിനുള്ള അഴിമതിയിലും ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധനയുടെ ഭാഗമായിരുന്നു പാലാ നഗരസഭയിൽ പരിശോധന നടത്തിയത്. കെട്ടിട നിർമ്മാണ അനുമതി, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്
അനുവദിക്കൽ, കെട്ടിട നികുതി നിർണ്ണയം, അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളും അഴിമതികളും നടക്കുന്നതായി വിജിലൻസ് കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. ലൂർദിയൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജൂലൈ 28-ന് ആരംഭിക്കും. കോട്ടയം ലൂർദ് പബ്ലിക് സ്കൂളിലെ ബിഷപ്പ് ചാൾസ് ലെവിൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 35-ലധികം ടീമുകൾ പങ്കെടുക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ തോമസ് പറത്താനം കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്തുകിടത്തുന്നത് ഒഴിവാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ജൂലൈ 30 മുതൽ എല്ലാ രോഗികൾക്കും കിടക്ക ഉറപ്പാക്കും. കോട്ടയത്ത് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി. വാഴൂരിൽ പരിസ്ഥിതി മഹോത്സവം തുടങ്ങി. വൃക്ഷത്തൈകൾ നട്ടും പ്രകൃതിയെ അറിഞ്ഞും മഹോത്സവം. ന്യൂനമർദ്ദമുണ്ടായാൽ മാത്രം മഴ പെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. സിക്കിം തുരങ്ക ദുരന്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി അനീഷ് മോഹന് കണ്ണീരോടെ വിട പറഞ്ഞ് നാട്. ഭൗതിക ശരീരത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് വീട്ടുവളപ്പിൽ നടന്നു. അയർക്കുന്നത്ത് 4 പേരടങ്ങുന്ന കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. വിഷം ഉള്ളിലെത്തിയതെങ്ങനെയെന്ന് വിശദമായി അന്വേഷിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.